നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം രാജ്മോഹൻ. നമ്മൾ ഇന്നലെ PV അൻവർ പത്രസമ്മേളനം നടത്തുന്നതിന് തൊട്ട് മുമ്പായിരുന്നു നമ്മൾ പറയുകയും ചെയ്തത്. നമ്മൾ പ്രതീക്ഷയൊക്കെ കടത്തിവെട്ടിക്കൊണ്ട് ഒരു ശരിക്കുള്ളൊരു കടന്നൽ ആക്രമണം തന്നെയായിരുന്നു. കടന്നൽ രാജ എന്ന പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് അല്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ സർവ്വശക്തനായ ഒരാളിനെ കടന്നലാക്രമണം നടത്തി എന്നുള്ളതാണ്. ഇത് ഞാൻ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടതു മുന്നണിയിൽ ആരും പറയാൻ ധൈര്യപ്പെടാത്ത രീതിയിൽ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അതിൻ്റെ കുടുംബാംഗങ്ങൾ ഒരു പേരെടുത്ത് പറഞ്ഞു. പ്രതിപക്ഷ ആരോപണം ഉണ്ടെങ്കിൽ പോലും കുടുംബാംഗങ്ങളെ സാധാരണ അങ്ങനെ പറയാറില്ല. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കിത് വിശദമായി തന്നെ സംസാരിക്കണം. നമ്മളിത് എന്തൊക്കെ പറഞ്ഞു, അതിൻ്റെ ഉദ്ദേശം എന്താണ്, അതിൻ്റെ പശ്ചാത്തലം എന്താണ്, ഇനി സംഭവിക്കാൻ പോകുന്ന ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് പേര് പലതും പറഞ്ഞെങ്കിലും സമഗ്രമായൊരു റിപ്പോർട്ടായി മാറണം ഇത്. അപ്പോൾ ആ പത്രസമ്മേളനത്തിൽ പ്രധാനപ്പെട്ട അദ്ദേഹം ഊന്നിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അദ്ദേഹം ഊന്നിയ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് വ്യംഗ്യം. ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് ആവശ്യം അങ്ങനെ തന്നെ പറഞ്ഞു, രാജിവെക്കണമെന്ന് പറഞ്ഞു. കൂടാതെ തൃശ്ശൂരിലെ സംഭവമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പേര് പറഞ്ഞു. അൻവർ ഈ തൃശ്ശൂരിലെ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അത് ആവശ്യമുള്ളവർ BJP കൊണ്ട് ആവശ്യമുള്ളവരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പറയുമ്പോൾ അജിത് കുമാറിന് ആവശ്യമല്ലല്ലോ, മുഖ്യമന്ത്രിക്ക് തന്നെയാണല്ലോ എൻ്റെ ആവശ്യം. എനിക്ക് തോന്നുന്നു രാജ്മോഹൻ മീഡിയ വൺ കണ്ടില്ലെന്ന് തോന്നുന്നു. ഇന്നലെ വൈകുന്നേരം ഈ അഭിമുഖത്തിന് ശേഷം, ഈ പത്രസമ്മേളനത്തിന് ശേഷം അഭിമുഖം കൊടുത്തു മീഡിയ വണ്ണിന്. അതിൻ്റെ അകത്ത് കുറച്ചുകൂടി പച്ചയ്ക്ക് പറഞ്ഞു. പിണറായിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമുള്ള ബന്ധം വളരെ വ്യക്തമായി പറഞ്ഞു. അങ്ങനെ സ്വർണ്ണക്കടത്തിൽ പിണറായിയും പിണറായിയുടെ കുടുംബവും ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അത് സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധമുണ്ട് എന്ന് തന്നെ പറഞ്ഞു, എടുത്തു പറഞ്ഞു. അതായത് ഇന്നലെ അദ്ദേഹം പറയാൻ ബാക്കി വെച്ച കാര്യങ്ങൾ മീഡിയ വൺ എടുത്ത് പറഞ്ഞു. അത് മീഡിയ വഴി പറഞ്ഞു. ശ്രദ്ധിക്കുന്നത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യഥാർത്ഥത്തിൽ അൻവറുടെ സ്പോൺസർ റിപ്പോർട്ടർ ചാനലാണ്. ആ അൻവറിന് പറ്റിയ ഒരു ചാനലാണ്. കാരണം ആ അൻവറിനെ പോലെ തന്നെയാണ് റിപ്പോർട്ടർ ചാനൽ മുതലാളിമാരും എല്ലാവരും കളങ്കിതരാർപ്പാടാണ്. പക്ഷേ അവിടെ അരുൺകുമാർ നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാൾ ഭയങ്കര ബുദ്ധിമാനായ ജേർണലിസ്റ്റാണ്. അയാളുടെ നിലപാടുകളോട് നമുക്ക് വിയോജിപ്പുണ്ടാവാം, റിപ്പോർട്ടർ ചാനലോട് വിയോജിപ്പുണ്ടാവാം. പക്ഷേ അരുൺകുമാർ എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൽപ്പെട്ട ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരു വിഷയത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ അദ്ദേഹം തൻ്റെ പ്രേക്ഷകരെന്ത് പറയുന്നു എന്ന് കൂടി ചിന്തിക്കും. അത് അൻവർ പറയുന്ന എല്ലാ ആരോപണങ്ങളും ശരിവയ്ക്കുന്നില്ല. ഇന്നലെ അരുൺകുമാർ, ഞാൻ സത്യം പറഞ്ഞ അരുൺകുമാറിൻ്റെ ഫാനായി മാറുവാണ് ഓരോ ദിവസം. ഇന്നലെ അരുൺകുമാർ ഞാൻ അദ്ദേഹത്തിനെ എതിർത്തിരുന്ന ആളാണ്. ഈ പക്ഷേ ഇദ്ദേഹം റിപ്പോർട്ടർ ചാനലിൽ അദ്ദേഹം ഒരു ചുമതലക്കാരനായപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട്, അദ്ദേഹത്തിന് ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി ഇതൊന്നും അതൊക്കെ സാധനങ്ങൾ. പക്ഷേ ഒരു വിഷയം ഇന്നലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തിയത്, അൻവർ പറഞ്ഞ 60% കാര്യങ്ങളും നമ്മൾ ശരിവയ്ക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമാണ്. മറുനാടനെക്കുറിച്ചുള്ള ഈ കൈക്കൂലി ആരോപണം അടക്കമുള്ള ചിലതൊന്നും വിശ്വാസ്യതയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. അതൊരു ലോജിക്കൽ അനാലിസിസാണ്. വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ പത്രക്കാർ ഇയാളി പൊട്ടിത്തെറിക്കും? ഇന്നും രാവിലെ ഇപ്പോൾ പത്രസമ്മേളനം നടത്തുന്നത് പത്രസമ്മേളനം നടത്താൻ നേരത്തെ അയാൾ മറുനാടനെ കുറിച്ച് ഇങ്ങനെ ഭീകരമായ പറയുകയാണ്. അയാൾ പറയുന്നത് എനിക്ക് അത് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഏഷ്യാനെറ്റ് കണ്ടതേ ഉള്ളൂ. ആ പത്രസമ്മേളനത്തിൽ അയാൾ പറയുന്നത് മറുനാടനെ പോലും ഈ പിണറായിയും കൂട്ടരും മഹത്വവൽക്കരിച്ചു. അത് കണ്ടോ? അതിൻ്റെ അകത്ത് എനിക്ക് അല്ലല്ല അതൊന്നും അല്ല. എന്നാൽ പിന്നെ അവരെന്നോട് നേരത്തെ പറയണ്ടായിരുന്നോ, ഞാൻ എന്തോരം എൻ്റെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഞാൻ മുടക്കി, എൻ്റെ ഒരു വർഷം ഞാൻ നഷ്ടപ്പെടുത്തി, ഞാൻ അയാളെ പൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞാൻ എന്തോരം അധ്വാനിച്ചു, എന്നിട്ട് ഇപ്പോഴും അയാൾ കിടന്ന് അതായത് ഇതൊരു വലിയ തോൽവി സമ്മതമാണ്. അയാൾ പറയുകയാണ്, അൻവർ പറയുകയാണ്, മറുനാടിനെതിരെ പിണറായി സർക്കാർ നടത്തിയ എല്ലാ ഗൂഢാലോചനകളുടെയും ഭാഗമായിരുന്നു ഞാൻ അതിനുവേണ്ടി കയ്യിൽ നിന്ന് ഞാൻ കാശ് മുടക്കി. എനിക്കറിയാം, ഞാൻ മഹാരാഷ്ട്രയിലും ഡൽഹിയിലും ഒക്കെ അയാൾ ആളെ വിട്ടത് മാത്രമല്ല, മഹാരാഷ്ട്രയിൽ ഒരു ഫോർച്യൂണറിലാണ് ആള് പോയത്, പലയിടങ്ങളിലും പോയത്, അന്വേഷിച്ച് നടന്നത്. ഇപ്പം മഹാരാഷ്ട്രയിൽ ഇയാൾ ഒരു ഫോർച്യൂണറിൽ വന്നിട്ട് അവിടെ ഈ മഹാരാഷ്ട്രയിൽ പാഞ്ചഗണി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ എൻ്റെ ചേട്ടനുണ്ട്. അവിടുന്ന് എൻ്റെ ചേട്ടന് എല്ലാവരോടും പരിചയമുണ്ടല്ലോ, വൈദികനായതുകൊണ്ട് അദ്ദേഹം റെഡ് ക്രോസിൽ. പിന്നീട് അദ്ദേഹം എന്നോട് പറഞ്ഞു, എടാ ഇന്ന് എൻ്റെ അടുത്ത് ആൾ വന്നിരുന്നു. ഞാൻ ആ ദിവസങ്ങൾ കഴിഞ്ഞ് പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് ആൾ വന്നിട്ട് പറഞ്ഞത്, ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഈ പറയുന്ന അവിടെ ഒരു മലബാർ ഹോട്ടൽ എന്നൊരു ഹോട്ടലുണ്ട്, മലയാളികളുടേതാണ്. അപ്പോൾ ഈ മലബാർ ഹോട്ടലിൽ വന്നിട്ട് ഈ ഒരു ഫോർച്യൂണറിൽ
ഒരു സംഘം ആൾക്കാർ വരുവാണ്, വലിയ താടിയും ഇതൊക്കെയുള്ള ആൾക്കാർ വന്നിട്ട് എൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു, ഷാജൻ ഇവിടെ ചേട്ടനടുത്തുണ്ടാവും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, തിരുവരുകാരങ്ങടെ മലപ്പുറംകാരാണ്, അവർ പറഞ്ഞു, ഒന്ന് ചേട്ടൻ എൻ്റെ സ്വഭാവം അനുസരിച്ച് ഒരു സംരക്ഷിക്കാനുള്ള സാധ്യതയില്ല, വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, പക്ഷേ സൻ്റെ സ്ഥലത്തിൽ കൊണ്ട് താമസിക്കാനുള്ള സാധ്യതയില്ല. ഇനി അഥവാ അങ്ങനെ സംരക്ഷിക്കാൻ തീരുമാനിച്ചാൽ ഇവിടെ വെക്കില്ല, നമ്മുടെ മുഖ്യമന്ത്രി ഷിൻഡയുടെ വീട്ടിലായിരിക്കും താമസിപ്പിക്കുന്നത്. ആ വീടിൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ താമസിക്കുന്നതിൻ്റെ വലിയ ദൂരമില്ലാത്ത ഒരു സ്ഥലത്താണ് ഈ മുഖ്യമന്ത്രിയുടെ ഒറിജിനൽ വീട്. ആ വീട്ടിലാണ് മുഖ്യമന്ത്രി ബോംബെയിലാണ് താമസിക്കുന്നത്, പക്ഷേ ഇവിടെ അദ്ദേഹം ജന്മനാട് അവിടെ. ആ വീടിൻ്റെ ചുമതല, ആ വീടിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ഉള്ള കാര്യങ്ങൾ എൻ്റെ ചേട്ടനോട് റോളുണ്ട്. അപ്പോൾ പുള്ളി ഞാൻ അവിടെയേ താമസിപ്പിക്കത്തുള്ളൂ, അവിടേക്ക് എന്തായാലും പോകാൻ പറ്റില്ല. അങ്ങോട്ട് പോകുന്ന ബോട്ടുണ്ട്, അതായത് വലിയൊരു നദി കയറിയിരുന്നു, അവിടെ ഒരു ബോട്ട് വന്നിട്ട് ഈ ബോട്ട് സർവീസ് നടത്തുന്ന ചേട്ടനാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോക്ക് നടക്കത്തില്ല എന്ന് പറഞ്ഞു. എത്ര വലിയ സംഭവം എന്ന് മാത്രവുമല്ല, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ പരിഹസിച്ചുകൊണ്ട് എനിക്കെതിരെ സുപ്രീം കോടതിയിൽ നിന്ന് വിധി മേടിച്ചു തരാം എന്ന് പറഞ്ഞ് ഒരാൾക്ക് 25 ലക്ഷം രൂപ, ഒരാൾ 25 ലക്ഷം രൂപ അൻവറിനോട് വാങ്ങിയിരുന്നു, ഒരാൾക്ക് 25 ലക്ഷം മേടിച്ചു തരാൻ പറഞ്ഞ് 25 ലക്ഷം രൂപ ഈ അൻവർ കൊണ്ട് ഒരാൾക്ക് കൊടുത്തിരുന്നു എന്നുള്ളത് ആ പറയുന്ന ആളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നോട് പറഞ്ഞു. പിന്നീട് അപ്പം ഞാൻ പറഞ്ഞു, അൻവർ ശരിക്കും ചുരുക്കത്തിൽ ചീട്ട് കയറി, ഇത് അദ്ദേഹം തുറന്നു സംബന്ധിച്ചു. അതിലാണ് എനിക്ക് സന്തോഷം. അതായത് ഞാൻ കഴിഞ്ഞ കുറേ കാലമായി പല മേഖലയും നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ പറഞ്ഞ കാര്യം തുറന്നു സംബന്ധിച്ചു. എനിവേ, നമ്മുടെ വിഷയം അതല്ല. അപ്പം അൻവർ പത്രസമ്മേളനത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട പിണറായിക്കെതിരെയും പിണറായിയുടെ കുടുംബത്തിനെതിരെയും മകക്കെതിരെയും മരുമകനെതിരെയും പേരെടുത്ത് അറ്റാക്ക് ചെയ്തു. പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് പിണറായിയെ പേടിയാണെന്ന് പറഞ്ഞു. ഒരു പാർട്ടി സെക്രട്ടറിക്ക് ഇങ്ങനത്തെ ഗതിയോട് പാർട്ടി സെക്രട്ടറി വേറെ ഇല്ലാന്ന് പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണന്റെ മൃതദേഹം AKG സെന്ററിൽ കൊണ്ടുവരാതെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു. വിലാപയാത്ര നടത്താതെ അടയ്ക്കത് കുറിച്ച് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെ പറഞ്ഞു. അവർക്കൊരു പരാതി അന്നേ ഉണ്ടായിരുന്നു. കോടിയേരിയുടെ മക്കൾ തന്നെ പറഞ്ഞായിരിക്കും അദ്ദേഹത്തിന്. പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് പിണറായിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നടത്തിയത്. ഇനി അവിടെയല്ല, എനിക്കതിൻ്റെ ഏറ്റവും ഇഷ്ടമാണ് ഇതുവരെ അയാൾ ADGPയെ നൊട്ടോറിയസ് ക്രിമിനൽ, ശശിയെ എന്താണ് പ്രശ്നക്കാരെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇന്ന് അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാം, ഇന്നലെ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാമോ, ഈ ADGP സ്വർണ്ണക്കടത്ത് നടത്തുന്നതും ഈ നോട്ടീസ് ക്രിമിനൽ പരിപാടി ചെയ്യുന്നതൊക്കെ പിണറായിക്ക് വേണ്ടാന്നാണ് പറഞ്ഞത്. അതായത് തൃശ്ശൂരിലെ പൂരം കലക്കിയതും ഒക്കെ BJPക്ക് ഇതിന് വേണ്ട. അതായത് BJPയുടെ ആളാണ് പിണറായി വിജയനെന്നും ക്രിമിനലുകളെ സംരക്ഷിക്കുകയാണെന്നും ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. വേറെ എന്തൊക്കെയോ ആരോപണങ്ങളുണ്ടല്ലോ, എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എന്നെ പേടിപ്പിക്കരുത്, ഒരു റിയാസിനെ വെച്ചോണ്ട് എന്നോട് തുടരുത്. ഞാനെന്തോ പുൽപ്പള്ളിയിലോ ഏതോ വീടിന്റെ പേരും പറഞ്ഞു. ആ വീട് പുത്തംവീട്ടിലെ ഷൗക്കത്തിന്റെ മകനാണ്. പുത്തംവീട്ടിൽ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതില്ല, ഷൗക്കത്തിനെ കാണാൻ വേണ്ടി, അതായത് അൻവറിന്റെ അപ്പനെ കാണാൻ വേണ്ടിയിട്ട് രാജീവ് ഗാന്ധി വന്നത്രേ. രാജീവ് ഗാന്ധി ഷൗക്കത്തിന്റെ വാഹനത്തിൽ കയറിയത്രേ. അപ്പോൾ വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് പിന്നീട് മനോരോഗത്തിന് ചികിത്സിക്കേണ്ടി വന്നതാണ് പറഞ്ഞത്. ഈ രാജീവ് ഗാന്ധിയെ കണ്ട ഷോക്ക് കാരണം. എത്ര വൈകാരികമായി, എത്ര രസകരമായിട്ട് ഇയാൾ സംസാരിക്കുന്ന ഓർക്കണം. അപ്പം സത്യം പറഞ്ഞാൽ ഇന്നലെ അങ്ങേരുടെ ചോദ്യവും പൊട്ടിത്തെറി എഴുന്നേറ്റ് പോകും ശരിക്കും ഒരു മനോവിഭ്രാന്തി സ്ഥാപിച്ച പോലെ തന്നെയാണ്, ഉണ്ടായതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്. അസ്വസ്ഥനായിരുന്നു. ചോദ്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും അദ്ദേഹം അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ചൂടാവുന്നുണ്ടായിരുന്നു. അത് ഇവിടെയാണ് നമ്മൾ, അതായത് 3 കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യാൻ. ഒന്ന്, എന്തുകൊണ്ട് പിണറായി വിജയനെതിരെ ഇത്രമാത്രം ആഞ്ഞടിച്ചു. 2, തനിക്കെതിരെ തൻ്റെ മുമ്പിൽ, തൻ്റെ വളർച്ചയുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന ഒരു പുല്ലിനെ പോലും വെറുതെ വിടുന്ന ആളല്ല പിണറായി. ഈ പാണ്ഡ്യാല ഷാജി പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ പിതാവ് പിണറായിയുടെ രാഷ്ട്രീയ ഗുരുവാണെന്നാണ് കേട്ടത്. പാണ്ഡ്യാല ഷാജി പറഞ്ഞു. ഇത് മാത്രമല്ല, പിണറായിയുടെ പകയ്ക്കിരയായ പലരെയും എനിക്കറിയാം. ഇപ്പം ഞാൻ പറഞ്ഞ പിണറായിയുടെ പകയെന്ന് പറഞ്ഞ ചെറിയ പകയല്ല. ഇപ്പം ജേക്കബ് തോമസിന് പിണറായി വിജയൻ ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പിണറായി വിജയൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ബെഡിലിരിക്കാൻ, കിടക്കയിലിരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള മനുഷ്യനായിരുന്നു. സത്യത്തിൽ പിണറായിയുടെ ഒരു ആവേശത്തിലായിരുന്നു അന്ന് ജേക്കബ് തോമസ് ഉമ്മൻചാണ്ടിയെ പിടിക്കാറുള്ളത്. എന്നിട്ട് നിസാരമായ എന്തോ കാര്യത്തിൽ ഇവർ നമ്മൾ ഈഗോ ക്ലാഷ് ഉണ്ടായി. ഈഗോ ക്ലാഷിലെ ജേക്കബ് തോമസിന് അല്പം ഈഗോ കൂടുതലുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ ഞാൻ പറയാറുണ്ടായിരുന്നു, സാർ എപ്പോഴും ഒരു കാര്യം മറക്കേണ്ട, സാറിൻ്റെ സത്യസന്ധത നല്ലതാണ്, പക്ഷേ സാർ ഒരു സിവിൽ സർവൻ്റ്, അതിൻ്റെ ചുറ്റുപാട് വളയമുണ്ട്. ആ വളയത്തിന് പുറത്തേക്ക് കടന്നപ്പണയാണ് പിണറായി മൈൻഡ് ചെയ്യുക. ഒരു സാധാരണ ഉദ്യോഗസ്ഥന്മാരുടെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്. ഉദ്യോഗസ്ഥന്മാരുടെ അമിതമായി വിശ്വസിക്കുന്നു. കരുണാകരനെ പോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെ അമിതമായി വിശ്വസിക്കുന്നതാണ് പിണറായിയുടെ ബലഹീനത.
പക്ഷേ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ലോയലിറ്റി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത് അവരുടെ ഒരു വിശ്വാസ്യതയും വിശ്വസ്തതയും. പണ്ട് ലാവലിൻ കേസ് വന്നപ്പോൾ താൻ പറഞ്ഞതിന് വിരുദ്ധമായി ഫയൽ എഴുതിയ ആളുടെ തല പരിശോധിക്കണമെന്ന് എഴുതിയതാണ് IAS ഉദ്യോഗസ്ഥൻ്റെ. അത് ചെയ്യും, എന്തും ചെയ്യും. അവിടെയാണ് നമ്മൾ വിശ്വസ്തനായി നിന്നാൽ എന്ത് സംഭവിച്ചാലും ഒന്നും പറ്റത്തില്ല എന്നുള്ളതാണ് അജിത് കുമാറിൻ്റെ അവസ്ഥ. കർണാടിൻ്റെ ലൈൻ തന്നെയാണ്, കർണാടിൻ്റെ ലൈനാണ്. വിശ്വസ്തമായി നിന്നാൽ അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനെതിരെ നിരന്തരം നമ്മൾ ഫൈറ്റ് ചെയ്യണമെങ്കിൽ കുറേ കഴിയുമ്പോൾ ആ ശീലങ്ങൾ നമ്മളിലേക്കും വരുമെന്ന്. അതെ അതെ, അത് സത്യമാണെന്ന് തോന്നുന്നു. കാരണം ഇവർ കർണാടിനെ എല്ലാ കാര്യം എതിർത്തില്ലെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതേ രീതി തന്നെ, അതേ സ്കൂളാണല്ലോ. ഇപ്പം നയനാരുടെ കാലത്ത് ഈ പരിപാടി ഇല്ലായിരുന്നു. അതാ പറഞ്ഞത്. അപ്പം അല്ല, നയനാരുടെ ക്ലാസ് അല്ലല്ലോ. അപ്പോൾ ഈ അജിത് കുമാറിൻ്റെ ഇയാൾ ഏതറ്റം വരെ പോയി സംരക്ഷിക്കും. ഇപ്പം അജിത് കുമാർ എന്തും ചെയ്യുന്ന ആളാണ്. എനിക്ക് ഇദ്ദേഹം പറയുന്നതിനോട് യോജിപ്പില്ല. അതായത് ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അജിത് കുമാറിൻ ഞാൻ കണ്ടിരിക്കുന്ന കുഴപ്പം, എനിക്ക് വളരെ ഞാൻ ഈ പോലീസ് ഓഫീസർമാർ, സിവിൽ ഓഫീസർമാർ, IPS IAS ഒക്കെ ആയിട്ട് നല്ല ബന്ധമുള്ളതാണ്. അജിത് കുമാർ ഞാൻ കണ്ടിരിക്കുന്ന ഏക കുഴപ്പമെന്ന് പറയുന്നത് അയാൾ ഈ യജമാനന് വേണ്ടി, അതായത് യജമാനനാണ് അയാൾക്ക് പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇവിടെ അജിത് കുമാറിനെ സംബന്ധിച്ചുള്ള അജിത് കുമാറിൻ്റെ ഇപ്പോഴത്തെ യജമാനൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ആ യജമാനൻ പറയുന്നത് എന്തും ചെയ്യും. ഒരാൾ മര്യാദയ്ക്ക് വഴിയെ പോകുന്ന ഒരുത്തിനെ പോയി കടിച്ചുകൊണ്ടിരാൻ പറഞ്ഞാൽ കടിച്ചുകൊണ്ട് വരും. ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. നീതി നോക്കത്തില്ല, പോലീസ് ഓഫീസർ നീതി നോക്കും. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് രമണ ശ്രീവാസ്തവയാണ്. കർണാടിൻ്റെ അതിവിശ്വസ്തനായ രമണ ശ്രീവാസ്തവ കഴിഞ്ഞ തവണ പിണറായി മുഖ്യമന്ത്രിയായ പദ്ധതിൻ്റെ ഉപദേഷ്ടാവായി. അതെ, അവിടെയാണ്. അതും ഓർക്കണം, അന്ന് ഈ മനുഷ്യൻ എനിക്കെതിരെ, രമൺ ശ്രീവാസ്തവ എനിക്കെതിരെ പല നടപടിക്കും പ്രഷർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നത്തെ DGP കുറച്ചുകൂടെ ഭേദമായിരുന്നു. പല ആരോപണങ്ങളുണ്ടെങ്കിലും കുറച്ച് DGP കുറച്ചുകൂടെ ഭേദമാണ്. എനിക്ക് ബെഹ്റയുടെ പലരും ബെഹ്റയെക്കുറിച്ച് പല ആരോപണം ഉന്നയിക്കേണ്ടതും റീസണബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. അതെല്ലാവരും പറയും, റീസണബിൾ. അങ്ങനെ ഒരു പകയൊന്നുമില്ല. സർക്കാരിൻ്റെ വിശ്വസ്തനാണ്. അതേസമയം മറ്റുള്ളവരുടെ പക വീട്ടാനുള്ള വാശിയൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് എന്ത് സമ്മതം കൊണ്ടുവരും, അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ശ്രീവാസ്തവൻ പക വീട്ടാൻ വാശിയുള്ള പിണറായിയുടെ സ്വഭാവക്കാരനായിരുന്നു. എനിവേ അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ ബാങ്കിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്നു, അല്ല എന്തോ ഡയറക്ടറെ കണ്ട. അപ്പോൾ ഈ ഒരു കുഴപ്പമൊഴിച്ചാൽ അജിത് കുമാറിനെ ഇയാൾ പറയുന്ന നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് പറയുന്ന പോലത്തെ അത്ര കുഴപ്പക്കാരനല്ല. നമ്മുടെ കേരള പോലീസിലെ ഒരുമാതിരപ്പെട്ട ഓഫീസർമാരൊക്കെ തന്നെ അത്യാവശ്യം കൈക്കൂലി വാങ്ങുന്നവരും അത്യാവശ്യം വഴങ്ങുന്നവരുമാണ്. പുണ്യാളന്മാർ കുറവാണ്, ഒരു സംശയം ആ കാര്യത്തിൽ. പക്ഷേ ഈ അജിത് കുമാർ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അജിത് കുമാർ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന വളരെ സൽപ്പേരുള്ള പല ഓഫീസർമാരും കോടികൾ അഴിമതി വാങ്ങുന്നവരാണ്. പക്ഷെ അവരൊക്കെ ഇവരാരും പൊട്ടന്മാരല്ല. ഇവർ IAS കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെ IPS കിട്ടണമെന്നുണ്ടെങ്കിൽ പൊട്ടന്മാർക്ക് കിട്ടത്തില്ലല്ലോ. ഒരുപാട് വലിയ പരീക്ഷ ഇന്റർവ്യൂ. അപ്പോൾ അത് മാത്രമല്ല, ഇവർ കാണുന്ന ആരോടെ ജീവിക്കുന്നത്, ഈ രാഷ്ട്രീയക്കാരൻ്റെ കള്ളത്തരത്തിന്റെ കള്ളന് കഞ്ഞി വെച്ചവരോടെ ഇവർ ജീവിക്കുന്നത്. അതുകൊണ്ട് മാത്രമേ നിയമം അറിയാം. രാഷ്ട്രീയക്കാരൻ ഇല്ലാത്ത അവനെ നിയമം അറിയത്തില്ല, ചട്ടം അറിയാം. ഈ പല രാഷ്ട്രീയക്കാർക്കും അഴിമതി നടത്താൻ ഉപദേശം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണെന്നാണ് പറഞ്ഞത്. ഉദ്യോഗസ്ഥന്മാരാണ് ഏറ്റവും വലിയ അഴിമതിക്കാരും. അതുകൊണ്ട് അവരെ സംരക്ഷിക്കും. അപ്പം ഞാൻ പറഞ്ഞത് ഈ ഉദ്യോഗസ്ഥന്മാർ അതുകൊണ്ട് അഴിമതി നടത്തി. ഇപ്പം ഉദാഹരണത്തിന് MR അജിത് കുമാർ ഇയാൾ പറയുന്ന മാതിരി വലിയ വീട് വെച്ചെന്ന് കരുതുക. പക്ഷെ ആ വീടിൻ്റെ ആദ്യത്തെ കുഴി മാന്തുന്ന അന്ന് മുതൽ വീട് അവസാനം കയറി താമസിക്കുന്നവരെയുള്ള ഓരോ ചെലവും ലീഗലാക്കുകയും അല്ലാത്തത് ബാങ്കുമായിട്ട് ബന്ധമില്ലാത്ത തരത്തിൽ ചെയ്യും. ഒരാൾ വിചാരിച്ചാലും അജിത് കുമാർ തൊടാൻ പറ്റത്തില്ല. അജിത് കുമാറിന് ഷാജസ്കറിയെ 2 കോടി രൂപ കൊടുത്തെന്ന് കരുതുക. ഇവർ പറഞ്ഞ മാതിരി കൊടുക്കുന്ന ഷാജസ്കറിയയ്ക്ക് അത്യാവശ്യം ബുദ്ധിയുള്ളതാണ്, വാങ്ങുന്ന അജിത് കുമാർ അതിനേക്കാൾ ബുദ്ധിയുള്ളതാണ്. അതുകൊണ്ട് ഇവന്മാർ എന്ത് വിചാരിച്ചാലും നടക്കത്തില്ല. അല്ലാതെ എൻ്റെ അജിത്തെ രക്ഷിക്കണമെന്ന് ഷാജസ്കറിയോട് കാശ് കൊടുക്കുവാണോ? അപ്പം ഇയാൾക്കിതറിയാം, ഇതൊന്നും തെളിയാൻ പറ്റുന്നറിയാം. അപ്പം ഇത്തരം ഒരു ഓഫീസറെ കുറിച്ച് തുടർച്ചയായിട്ട് നൊട്ടേറിയസ് ക്രിമിനൽ അജിത്തിൻ്റെ വീഴ്ചയിൽ അജിത്ത് വീണാൽ ഒരു വിഷമമുള്ള ആളല്ല. പക്ഷേ അജിത്ത് നൊട്ടേറിയസ് ക്രിമിനലാന്ന് പറയുന്നത് ശരിയല്ല. കാരണം നൊട്ടേറിയസ് ക്രിമിനലായ ഒരാൾക്ക് ഇത്രയും ഉയർന്നു വരാൻ പറ്റത്തില്ല. ഇന്നലെ ഈ പത്രസമ്മേളനമൊക്കെ നടക്കുമ്പോഴും ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മളെ മാധ്യമങ്ങളൊക്കെ തന്നെ ഓർക്കാതെ പോയൊരു കാര്യത്തിൽ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത്, VS എപ്പോഴും ജീവിച്ചിരിപ്പണം. അദ്ദേഹത്തിന് സുഖമില്ലാതെ പുറത്തിറങ്ങുന്നില്ല, പ്രായാധിക പ്രശ്നമൊക്കെ ഉണ്ട്. പിണറായി വിജയന് നേരെ ഇന്നലെ ഇത്രയും വലിയൊരു വിമർശനം സ്വന്തം മുന്നണിയിൽപ്പെട്ട ഈ അൻവർ ഉന്നയിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് പണ്ട് ശംഖുമുഖത്ത് കിടന്ന പിണറായിയുടെ പ്രസംഗമാണ്. മറ്റേ ബക്കറ്റിലെ തിര VSനെ സ്റ്റേജ് ഇരുത്തിക്കൊണ്ടാണ്. പേരെടുത്ത് പറയുന്നില്ലല്ലോ, പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ VS തലകുനിച്ചിരിക്കുകയായിരുന്നു. എല്ലാ ചാനലുകളും പെട്ടെന്ന് ക്യാമറ പാൻ ചെയ്ത് VSലേക്കാണ്. VS ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയല്ലായി. പിണറായി ആഞ്ഞടിക്കുകയായിരുന്നു VSനെതിരെ.
പക്ഷേ ആ VS ഇപ്പോൾ എന്തായാലും അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ ആരോഗ്യസ്ഥിതി നമുക്ക് അറിയില്ല. അദ്ദേഹത്തിന് ഓർമ്മയൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം TV ആണെങ്കിൽ അദ്ദേഹം ചിരിക്കുമായിരിക്കും. TV ഒന്നും കാണുന്നു വയ്യാതിരിക്കും, തീരെ കിടപ്പല്ല. 100 വയസ്സ് കഴിഞ്ഞില്ലേ? 100 കഴിഞ്ഞു, വെറുതെ കിടപ്പുക. I am 93 എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ട് തന്നെ 10 വർഷമായി, ഓർമ്മയില്ലേ? നോ, I am only 93 അങ്ങനെ. അപ്പം അതിലൊരു കാവ്യനീതിയാണെന്ന് ആരെങ്കിലും കരുതിയാലും കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ അന്നൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ CPM-ന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഭാഗീയത നടന്നിരുന്നത് VS-ന്റെയും പിണറായിയുടെ കാലത്താണ്. ഈ കാലയളവിൽ പോലും ഈ മൊന വെച്ചുള്ള അറ്റാക്ക് ഉണ്ടെന്നല്ലാതെ പേരെടുത്ത് ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലാതെ തന്നെ ഇവർക്ക് അച്ചടക്ക നടപടി ഉണ്ടാവുമായിരുന്നു. പിണറായിയെ എനിക്ക് തോന്നുന്നു അപ്പം. പക്ഷെ ഇതങ്ങനല്ല. ഇതിപ്പം ഞാൻ പറയുന്നത് പേരെടുത്ത് മരുമകൻ മാത്രം, റിയാസിന് മാത്രം സകലരെയാണ്, മകന്റെ മരുമകന്റെ തടവറയിലാണ്, അഴിമതിക്കാരാണ്, BJP ബന്ധമുണ്ട്, CPM നേതാക്കൾ അഴിമതിക്കാരാണ് എന്ന് മാത്രമല്ല ഭീഷണിപ്പെടുത്തുകയാണ്. എന്നെ വരട്ടിയാൽ AKG സെന്റർ തകർന്നു വിടും. AKG സെന്റർ തകർന്നു വിടാനുള്ള വകുപ്പുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ അവർ പുതിയൊരു AKG സെന്റർ പണിയാണ്. ആ നിയമവിരുദ്ധമാണ്. ആ കച്ചവടമേ, ആ ഇടപാടുകളെ തന്നെ നിയമവിരുദ്ധമാണ്. പക്ഷേ ഞാനതിൻ്റെ ഡോക്യുമെൻ്റുകളെല്ലാം എടുത്ത് വെളിപ്പെട്ടു. ആരും മൈൻഡ് ചെയ്തിന്, പ്രതിപക്ഷത്തിനൊന്നും താല്പര്യം, അതങ്ങനെ പറയും. എനിക്ക് ഈ അൻവറിൻ്റെ പത്രസമ്മേളനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും എനിക്ക് അൻവറിനോട് ബഹുമാനം തോന്നിയതും എണീറ്റ് നിന്ന് TV-ക്ക് സല്യൂട്ട് കൊടുത്തതുമായ ഒരു പ്രസ്താവനയുണ്ട്. ഈ നാട്ടിലെ എല്ലാ പാർട്ടിക്കാരും പരസ്പരം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു കേസും തെളിയത്തില്ല, ഒന്നും പുറത്തേക്ക് വരുന്നത് സത്യമാണ്. ഞാൻ പത്രപ്രവർത്തനം തുടങ്ങി അന്നു മുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടൊരു കാര്യമാണ്, CPM-ഉം കോൺഗ്രസും BJP-യും ഒറ്റക്കെട്ടാണ്. 3 പേരും ഒറ്റക്കെട്ടാണ്, 3 പേരും പരസ്പരം സഹായിക്കും. നമ്മൾ ഈ വലിയ മുതലാളിമാരുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് നോക്കിയാൽ മതി, ഇവരെല്ലാവരും ഇവിടുത്തെ വലിയ ആർക്കും ഇവരുടെ എല്ലാം പിന്നിൽ യഥാർത്ഥത്തിൽ ഈ 3 പാർട്ടിയെയും ഒറ്റ ചരടിൽ കോർത്തിണക്കുന്നത് വലിയ മുതലാളിമാരാണ്. ഈ മുതലാളിമാർ നിർദ്ദേശിക്കുന്നതാണ് ഇവർ നടപ്പിലാക്കുന്നത്. നമ്മുടെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ പിന്നിലുള്ള മുതലാളി ഇവരൊരു നിർദ്ദേശം കൊടുക്കും. വാസ്തവത്തിൽ അൻവറിന് പറ്റിയ അബദ്ധം, അൻവർ നിലവിളിക്കേണ്ടത് കരയേണ്ടി വന്നൊരു അവസ്ഥ എന്ന് വെച്ചാൽ, അൻവറിന് പറ്റിയൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വലിയ മുതലാളിയാണ് അൻവർക്ക് കഴിഞ്ഞ തവണ കൊട്ടേഷൻ കൊടുക്കുന്നത്. അൻവർ പാർട്ടിയോട് ആലോചിച്ചു, പാർട്ടി ഹാപ്പിയാണ്. പിണറായിയുടെ ആലോചിച്ചു, പിണറായി ഹാപ്പിയാണ്. പൊതുശത്രു നേടാൻ. അങ്ങനെയാണ് ഈ പാവപ്പെട്ട ശ്രീനജിനെ പിടിച്ച് ഇതിനെ ഒരു ഇരയാക്കി ഇവർ രംഗത്തിറങ്ങുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അയാൾ ഈ പറയുന്ന ഇവരിൽ പെട്ടുപോയതാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വന്ന് ഈ കേസുമായി നടന്നു. ഈ ആവേശം ഇങ്ങനെ മുന്തി കയറി, അതല്ലെങ്കിൽ അടുത്തതെന്ന് പറഞ്ഞ് പല പല കേസുകളെടുത്ത് മുമ്പോട്ട് പോയപ്പം ഇവർ കരുതി ഷാജൻ സ്കറിയ വെറും ഒരു യൂട്യൂബറാണ്. ഇവർ കരുതി വളരെ എളുപ്പത്തിൽ പിടിച്ച് അകത്തേക്ക് ഇടാൻ പറ്റുന്ന ഒരു യൂട്യൂബറാണ്. പക്ഷേ ഇവർ മനസ്സിലാക്കാതെ പോകുന്ന കാര്യം, ഇവർ ഗൂഢാലോചന തുടങ്ങിയപ്പോൾ തന്നെ വിവരങ്ങൾ അറിയണം സംവിധാനം നമുക്കുണ്ടായിരുന്നു, ബദൽ സംവിധാനം ഒരുക്കാൻ നമുക്ക് പറ്റി എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത്രയും കൃത്യമായ രീതിയിൽ ബദൽ സംവിധാനം രക്ഷപ്പെട്ട നമ്മൾ മാത്രമേ കാണൂ. അല്ല, അതിൻ്റെ കാരണം വേറൊരു കാര്യം കൂടെ. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മൾ ക്രൈം ചെയ്തിട്ടില്ലല്ലോ, അതാണ് കാരണം. ഇതിൻ്റെ പ്രശ്നം എന്നോട് ചോദിക്കും, ഒളിവിൽ പോകുന്നു എത്ര കാലം, നമുക്ക് സുരക്ഷിതം ഒളിവിൽ പോകുന്നു വെച്ചോളൂ, എത്ര കാലം? സുപ്രീം കോടതി ജാമ്യം നിഷേധിക്കുന്നത് വരെ. ഇപ്പം അൻവർ, നമ്മുടെ സിദ്ദിഖ് ഒളിവിൽ പോയിരിക്കുന്നു. വളരെ സങ്കടമായിരുന്നു. സിദ്ദിഖിൻ്റെ ലുക്കൗട്ട് നോട്ടീസ് പത്രത്തിലുണ്ട്, ഇന്നത്തെ പിതാവിൻ്റെ പേരൊക്കെ ആലോചിച്ച് നോക്കിയേ. അപ്പം സിദ്ദിഖ് ഒളിവിൽ പോയിരിക്കുന്നു. സിദ്ദിഖിന് ഒളിവിൽ എത്ര കാലം കഴിയാൻ പറ്റും? സുപ്രീം കോടതി ജാമ്യം നിഷേധിക്കുന്നത് വരെ. സുപ്രീം കോടതി ജാമ്യം കിട്ടിയാൽ പ്രശ്നം തീർക്കും. ജാമ്യം കിട്ടിയില്ലല്ലോ, പിന്നെ വന്ന് കീഴടങ്ങിയില്ലേ പറ്റൂ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് തയ്യാറെടുപ്പ് നടത്തുമ്പോഴും നമുക്കൊരു ആത്മവിശ്വാസമുണ്ട്, നമ്മൾ നിയമം ലംഘിച്ചിട്ടില്ലാത്തതുകൊണ്ട് സുപ്രീം കോടതി ജാമ്യം തരും. പക്ഷേ സുപ്രീം കോടതി ജാമ്യം തന്നില്ലെങ്കിൽ ജയിലിൽ പോകുന്നതിന് മുമ്പ് കൊടുക്കേണ്ട വീഡിയോ പോലും റെഡിയാക്കി വെച്ചിരുന്നു ഞാൻ. അന്ന് ഞാൻ എൻ്റെ മുമ്പിലുള്ള വഴി, സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചാൽ പിറ്റേ ദിവസം കോടതി വന്ന് കീഴടങ്ങുക എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ല. നമുക്ക് പിടികിട്ടാപ്പിള്ളേ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചിലരൊക്കെ വെച്ച് നീന്തട മുങ്ങിയത്, കള്ളക്കേസെടുത്ത മുങ്ങാനേ പറ്റൂ. ആരെയും പിടിച്ചാത്തല്ലോ അത് അവർക്ക് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കള്ളക്കേസെടുത്താണെങ്കിൽ പോലും ഭരണമുണ്ടെങ്കിൽ ആരും പിടിച്ചാത്തല്ല. ഇവർ മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ പേരിൽ അന്നെടുത്ത കള്ളക്കേസ്, ഞാൻ മുങ്ങിയെന്ന് പറയുന്ന കള്ളക്കേസ് സുപ്രീം കോടതി റദ്ദാക്കി. വളരെ വ്യക്തമാണ്, നല്ലൊരു വിധിയും. അപ്പോൾ ഞാൻ അകത്തായിരുന്നെങ്കിലും ആര് നഷ്ടം തരുമായിരുന്നു? ആര് നഷ്ടപരിഹാരം തരുമായിരുന്നു? എന്തെങ്കിലും നഷ്ടപരിഹാരം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഞാൻ ജയിലിലായാൽ അവർ അടുത്ത കേസിന് കുറഞ്ഞ 6 മാസം അകത്ത് കിടക്കേണ്ടി വന്നേനെ. മറുനാടൻ്റെ ഭാവി എന്തായേനെ? അപ്പം അതുകൊണ്ട് നമ്മൾ പ്രിക്കോഷൻ എടുത്തു. ഇവർ പറയുന്ന മാതിരി നിരപരാധികളായി പോകേണ്ട കാര്യമില്ല. അപ്പം ഞാനിപ്പോഴും പറയുന്നത്, ഒരാളെ കൊന്നിട്ട് ഒരുത്തിന് ഒളിവിൽ പോകുന്ന പോലെ അല്ല.
അല്ലെ ഒരാൾ റേപ്പ് ചെയ്തൊരുത്തിന് ഒളിയിൽ പോകുന്ന പോലെ അല്ല. കള്ളക്കേസിൻ്റെ പേരിൽ കള്ളക്കേസിൻ്റെ പോലിൽ അവനെ സംരക്ഷണം ഓർക്കുന്നത് തെറ്റൊന്നുമില്ല. അപ്പോൾ ഇവിടെ രാജ്മോഹൻ ഇതിനെല്ലാം കുടപിടിച്ച ഈ നീക്കങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച അൻവർ ഇപ്പം കരയുവാണ്. എൻ്റെ കാശ് പോയി, എൻ്റെ 1 വർഷം പോയി, എനിക്ക് ഇപ്പോഴും തെറിയേക്കുന്നുണ്ട്, അവൻ ഇപ്പോഴും വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരാൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്ന കണ്ടപ്പോഴാണ് ഞാനിന്ന് ഫേസ്ബുക്കിലിട്ടു. അതായത് ജൂലൈ മാസം 23-ാം തീയതി 2023 ജൂലൈ മാസം 23-ാം തീയതി ഇയാൾ ഒരു വലിയ പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൽ ഇതിന് മുമ്പ് പലതവണ പറഞ്ഞു നിന്നെ ഞാൻ താഴെ ഇറക്കുമെന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ജൂലൈ 23 പോസ്റ്റിൽ അൻവർ ആവർത്തിച്ച് പറഞ്ഞു, നിന്നെ ഞാൻ താഴെ ഇറക്കും എന്നല്ല പറഞ്ഞത്, അല്ല നിൻ്റെ ഓഫീസ് ഞാൻ പൂട്ടിക്കുമെന്നല്ല, 6-ാം നിലയിലെ നിൻ്റെ ഓഫീസ് പൂട്ടിക്കും എന്നല്ല പറഞ്ഞത്, അല്ല പൂട്ടുമെന്നല്ല പറഞ്ഞത്, പൂട്ടിക്കും. അത് നീ പൂട്ടിയാൽ പോരാ, ഞാൻ പൂട്ടിച്ചിരിക്കും. ഇതാ നിനക്കുള്ള അന്ത്യശാസനം. ഒരു നഗരസഭയിൽ നിന്നൊരു നോട്ടീസ് വന്നായിരുന്നു, 7 ദിവസത്തിനകം നമ്മൾ പറഞ്ഞു. ആ നോട്ടീസ് വന്നിട്ട് നീ സുപ്രീം കോടതി വരെ പോയാലും നിന്നെ ഞാൻ പൂട്ടിക്കിരിക്കുന്നു, ഓർക്ക് നോക്കിയേ. അതായത് അപ്പോൾ അൻവർ ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യത്തിലേക്കാണ് ഇത് വരുന്നത്. ബേസിക് പ്രശ്നം നമ്മളെ തന്നെയാണ്. അല്ല, അൻവർ ബേസിക് പ്രശ്നം അതൊന്നുമല്ല. ബേസിക് പ്രശ്നം അൻവർ ഇന്നലെ പറഞ്ഞിരുന്നതാണ്. അൻവറിൻ്റെ ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞാൽ CPM ഭരിക്കുന്നു, അല്ലെങ്കിൽ അൻവർ അടക്കമുള്ള ഭരിക്കുന്നു. നിയമം എന്ന് പറയുന്നത് അവരുടേതാവണം. അതായത് ഇവിടെയുള്ള നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന നിയമം അല്ല. ഷാജൻ സ്കറിയെ ജയിലിലടക്കം പറഞ്ഞാൽ ജയിലിലടക്കണം, ഉമ്മൻചാണ്ടിയെ പീഡന കേസിൽ അറസ്റ്റ് ചെയ്യണം, രാജ്മോഹനെ തൂക്കിക്കൊല്ലണം പറഞ്ഞാൽ തൂക്കിക്കൊല്ലണം, സഖാക്കൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവർക്ക് പ്രത്യേക പദവി കിട്ടണം. നിയമം നടപ്പിലാകാൻ പാടില്ല. ഇതാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. അതെ, അവിടെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടുത്ത് വന്നിട്ട് ഒരു കാര്യമില്ല, അതിനല്ല അയാൾ അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അതെ, അതായത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഇവർ ചെയ്യും, അത് നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല. കാരണം പക്ഷേ എല്ലാത്തിനും പരിധിയില്ലേ. ഇത് ഉത്തർപ്രദേശോ ബീഹാറോ അല്ല, ഇത് കേരളമാണ്. അവിടെ പോലും ഇപ്പം പ്രശ്നമുണ്ട്. അപ്പം ഇവിടെ ഈ കേരളത്തിൽ അവർക്ക് വേണമെങ്കിൽ ഷാജൻ സ്കറിയക്കെതിരെ ഒരു ജാമ്യമില്ല വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്തിടാം. പക്ഷേ ഷാജൻ ഒളിവിൽ പോയി ഷാജനെ കിട്ടുന്നില്ലെങ്കിൽ ഷാജൻ്റെ ആഫീസിലെ കമ്പ്യൂട്ടർ എടുത്തോണ്ട് പോകാം. ഇതെല്ലാം നിയമലംഘനമാണ്. സത്യം പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. കമ്പ്യൂട്ടർ എടുത്തോണ്ട് പോകാം. ഷാജൻ്റെ മറുനാടൻ്റെ ജീവനക്കാരുടെ വീടുകളിൽ കയറാം, മറുനാടൻ ജീവനക്കാരുടെ ഉപകരണങ്ങൾ കൊണ്ടുപോകാം. പക്ഷേ മറുനാടനെ എവിടെയെങ്കിലും അതീവ രഹസ്യമായിട്ട് വളരെ സുരക്ഷിതമായിരിക്കുന്ന മറുനാടനെ കിട്ടി കോടതി ജാമ്യം കൊടുക്കാൻ പറഞ്ഞാലും ഇവിടെ ജയിലിടാൻ പറ്റത്തില്ല. ഇല്ല, പക്ഷെ കോടതി ജാമ്യം, സുപ്രീം കോടതി ജാമ്യം എന്ന് വെച്ചാൽ അറസ്റ്റ് തടഞ്ഞതേ ഉള്ളൂ. അടുത്ത കള്ളക്കേസ് ചുമത്താം. അപ്പോഴും കോടതി ജാമ്യം നിന്ന് ജയിലിലടക്കാൻ പറ്റത്തില്ല. ഇത് കേരളമാണ്. ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയമാണ് കേരളത്തിൽ ഭരിക്കുന്ന CPM ചെയ്യും. അടിയന്തരാവസ്ഥയാണ് ചെയ്തത്. നിയമവാദം നോർമൽ കേസിൽ ഒന്നും സംഭവിക്കാൻ പോകും. അപ്പൊ അൻവറുടെ പ്രോബ്ലം, അൻവർ പറഞ്ഞൊരു ആരോപണം കേട്ടോ, CPMകാർക്ക് പോലീസ് സ്റ്റേഷനിൽ അംഗീകാരമില്ല, കൂടുതൽ കൊടുക്കുന്നു. സാധാരണഗതിക്ക് ഈ CPM ഭരണം വന്നതിന് ശേഷം ഈ കഞ്ചാവ് കേസും കള്ള് കേസും എല്ലാം CPMകാരാണ് നടത്തുന്നത്. എത്രയോ ഉദാഹരണങ്ങൾ. ആലപ്പുഴ ജില്ലയിൽ തന്നെ എത്ര പോലീസുകാരെ വിരട്ടി ഇവന്മാർ ഇറക്കിക്കൊണ്ട് പോവാണ്. അപ്പോൾ അതിനിപ്പം ഈ ഇലക്ഷന് തിരിച്ചടി വന്നതിന് ശേഷം സാധാരണക്കാരുടെ ഇടയിൽ ഒരു പ്രതിഷേധം ഉണ്ടായപ്പോൾ ഒരു ചെറിയ നിയന്ത്രണം വന്നപ്പോഴാണ് അൻവർ പൊട്ടിത്തെറിക്കുന്നത്. അതുമല്ല രാജ്മോഹൻ, നമ്മൾ അൻവറുടെ യഥാർത്ഥ പ്രശ്നം പിണറായി വിജയൻ പറഞ്ഞത് തന്നെയാണ്. നമ്മളത് മനസ്സിലാക്കണം. അൻവർ ഇങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള കാരണം പിണറായി കൃത്യമായിട്ട് നമ്മൾ 2 കാര്യം. പിണറായിയുടെ ഒരു പ്രത്യേകത, എന്തെല്ലാം കുഴപ്പമുണ്ടെങ്കിലും എന്തെല്ലാം വാശിയുണ്ടെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുന്നതിന് അദ്ദേഹം പഠിക്കും. പഠിച്ചിട്ട് അദ്ദേഹം ആ കാര്യത്തിൽ ഇടപെടും. ഇപ്പോൾ എന്നെ പൂട്ടാനാണെങ്കിലും പിണറായി അതിനെക്കുറിച്ച് പഠിച്ചു. അപ്പം ശ്രീനിജൻ്റെ പരാതി ഉണ്ടെങ്കിൽ SC/ST ആവും, ആയിക്കോട്ടെ, അവൻ കിടക്കട്ടെ, അവൻ്റെ ചില പങ്ക് തീരട്ടെ. പ്രത്യേകിച്ച് ഭാര്യയ്ക്ക് എന്നെക്കുറിച്ച് പരാതി ഉണ്ടായിരുന്നു. വേണ്ട, വിമാനത്തിൽ യാത്ര ചെയ്തപ്പോഴത്തെ കഥ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കലിപ്പ് അന്ന് എന്നെ ഇങ്ങനെ നോക്കിയായിരുന്നു. ആ ഒരു നോട്ടത്തിൻ്റെ ഒരു കലിപ്പ് ബാക്കിയുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പഠിച്ചിട്ട് ജീവനല്ല, ചുമ്മാ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട്. ഞങ്ങൾ യൂണിയൻ ഭാരവാഹികളായിരുന്നപ്പോൾ ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണല്ലോ PRDയുടെ, ഒരിക്കലും ഒരു ആവശ്യമായിട്ട് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി നാരായണ അവിടെ ചെന്നപ്പം പറഞ്ഞ 1-2 കാര്യങ്ങൾ അദ്ദേഹം അപ്പം തന്നെ സംഭവിച്ചു. മറ്റത് അതെനിക്ക് പഠിക്കണം. ക്ലീമിസ് പിതാവ് പറഞ്ഞു, എനിക്ക് പിണറായി. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ പിണറായി ചുമന്ന് നടക്കുന്നത്? ഞാൻ ക്ലീമിസ് പിതാവിനോട് ചോദിച്ചു. അപ്പം പിതാവ് എന്നോട് പറഞ്ഞത്, ഷാജൻ, കോൺഗ്രസ്സുകാരുടെ കാലത്ത് നമ്മളൊരു 10 ആവശ്യം ചെന്ന് പറയാമെന്ന് വെച്ചോളൂ. ഇവർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ച് സ്നേഹിച്ച് കൈമുത്തി 10 കാര്യം ചെയ്തു തരാമെന്ന് പറയും. പക്ഷെ ഒന്നുപോലും നടക്കില്ല. അവസാനം നമ്മൾ കയറി ഇറങ്ങുക. ആ സമയം പിണറായിയുടെ കാലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ പിണറായി എണീറ്റിട്ട് ഇരിക്കാനൊന്നും പറയത്തില്ല, ഇരിക്കാനേ പറയത്തുള്ളൂ. പിണറായി വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ അകത്തിട്ട് ഓരോ കാര്യത്തെക്കുറിച്ചും പറഞ്ഞ് അത് ചോദിച്ചിട്ട് അതെങ്ങനെ അതിൻ്റെ അപ്പോൾ തന്നെ എൻ്റെ പ്രായോഗിക പ്രശ്നം മനസ്സിലാവും. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ സാധിച്ചു തന്നാൽ
എന്നോട് പറഞ്ഞു ഇത് ഞാൻ നിങ്ങൾക്ക് സാധിച്ചു തന്നാൽ പിന്നെ ഞാൻ ഇത് SNDPക്കാർക്കും NSS എല്ലാവർക്കും കൊടുക്കേണ്ടി വരും, മുസ്ലിം ലീഗിനും മറ്റേ സമസ്തയ്ക്കൊക്കെ കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് നടക്കത്തില്ല. 1. 2, ഇതിനെന്താണ് തടസ്സം എന്ന് നിങ്ങൾക്കുള്ളത്? അതങ്ങനെയാണ്. ആ തടസ്സം പരിഹരിക്കാവുന്നതാണോ? അത് പരിഹരിക്കാം. 3, ഇത് ചെയ്യാം. 4, ഇത് പറ്റത്തില്ല. ഇങ്ങനെ 10 ആവശ്യം കൊണ്ടുപോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു 5 കാര്യം എടുത്താൽ അതിലൊരു 3 കാര്യം 2-3 ദിവസത്തിനകം നടക്കും, ബാക്കി 2 കാര്യം നൂലാമാലകളെല്ലാം മാറ്റി ചെയ്യും. ഞങ്ങൾ എങ്ങനെയാണ് പിന്തുണയ്ക്കാതിരിക്കും? എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞ് നാടാർ സംവരണത്തിൻ്റെ കാര്യം പറഞ്ഞു. അവസാന നിമിഷം വരെ ഇട്ട് വലിച്ച് നാണം കെടുത്തി വിട്ടതാണ് UDFകാർ. എന്നോട് ക്ലീമിസ് പിതാവ് പറഞ്ഞ കഥയാണ്. അപ്പം ഇത് പിണറായിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പം ഞാൻ ഇപ്പം ആളുകൾ കേൾക്കും ഇവിടെ പിണറായി ഭക്തരായ പിണറായിയുടെ കുറേ ഞാൻ പറഞ്ഞല്ലോ, പിണറായി മുഖ്യമന്ത്രി ആവുന്നതിന് മുൻപ് അദ്ദേഹത്തോട് നല്ല ബന്ധമുണ്ടായിരുന്ന ആളാണ് ഞാൻ. AKG സെൻറ്ററിൽ പോയി അദ്ദേഹത്തോട് സംസാരിച്ചിരുന്ന ആളാണ് ഞാൻ. മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള പിണറായി ഞാൻ അതിനു മുമ്പ് കണ്ട പിണറായി അല്ല. അതിനെയാണ് എതിർത്തത്. മുഖ്യമന്ത്രിക്ക് അധികാര പ്രമത്തതയുണ്ടായി, മുഖ്യമന്ത്രിക്ക് ധാർഷ്ട്യമുണ്ടായി, മുഖ്യമന്ത്രിയുടെ അതിനെയാണ് നമ്മൾ എതിർത്തത്. അപ്പോൾ ഇവിടെ ഈ ഒരു പിണറായിയുടെ കൃത്യത കൊണ്ട് പിണറായിക്കറിയാം മറുനാടനെ പൂട്ടാൻ പറ്റുന്നതിന് പരമാവധി ശ്രമിച്ചാണ്, നടന്നില്ല. ഇനി ഈ പുലിവാരി പിടിക്കേണ്ടെന്ന് പിണറായി വിചാരിച്ചു. പക്ഷേ അൻവർ അങ്ങനല്ല, നമ്മൾ ഭരിക്കുമ്പോൾ അവനെ പിടിച്ചകത്തിടണം. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അൻവർ രംഗത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അൻവർ കരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ സുജിത് ദാസ് എന്ന് പറയുന്ന, ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു, സുജിത് ദാസ് കമ്പാരിറ്റീവ്ലി നല്ല ഓഫീസറാണ്. പൊട്ടത്തരം കാണിച്ചു, ഒരു IPS കാരന് ചെയ്തെങ്കിലും അയാൾ കഠിനാധ്വാനിയായ, അത് മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരുടെ ചെയ്യുന്ന ഇച്ചിരി കടന്ന കൈകളുണ്ട്. ടാർഗറ്റ് ഫിക്സ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ മാത്രമല്ല ഒരു ദയൊന്നുമില്ല ഈ ജീവനക്കാരോട്, പോലീസുകാർ SIമാരും DYSP CMമാരോടും അയക്ക് ഇതൊന്നുമില്ല. മറ്റേ അവിടെ ഒരാൾ മരണക്കേസുണ്ടായില്ലേ, ഒരു മയക്കുമരുന്നിൽ ഒരു ജിഫ്രി, ആ കേസിലൊന്നും സുജിത് ദാസിൻ്റെ കയ്യിൽ കുഴപ്പങ്ങൾ ഒരുപാടുണ്ട്, വീഴ്ചകൾ ഒരുപാടുണ്ട്, ചട്ടമൊക്കെ തെറ്റിച്ച്. പക്ഷേ ഇദ്ദേഹം ഈ 2 കാര്യങ്ങൾ ചെയ്തു. ഈ മലബാർ കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണം പൊട്ടിക്കലിനെ അടിവരിട്ട്. ഇപ്പം ഞാനൊക്കെ ഒരുപാട് റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. ഈ കസ്റ്റംസിൽ നിന്ന് വരുന്ന സ്വർണം ഇവർ പൊട്ടിച്ചെടുക്കുന്ന ഞാൻ കരുതിയിരുന്നതും മനസ്സിലാക്കിയിരുന്നതും CPM ആണ് എൻ്റെ പിന്നിൽ നിന്നറിയാം. നമുക്കതിനുള്ള സൂചന പോലീസ് നൽകിയിട്ടുണ്ട്, കസ്റ്റംസ് നൽകിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കരുതിക്കൊണ്ടിരുന്നത് പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥ. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അവിടെ പാർട്ടിയുടെ മറയിൽ വലിയ ചില ഈ പറയുന്ന സ്വർണ്ണക്കടത്തുകാരെ ചാർത്തിക്കൊണ്ടിരുന്നു. അപ്പം ഞാനടക്കമുള്ളവരുടെ റിപ്പോർട്ട് കാരണമാണ് പിണറായി ഇതിനെക്കുറിച്ച് പഠിച്ചു, റിപ്പോർട്ട് മനസ്സിലായി. ഈ കസ്റ്റംസിന് ഒരുപാട് പരിമിതികളുണ്ട്. നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു, കസ്റ്റംസ് ഒന്നും ഉദ്യോഗസ്ഥന്മാർ കുറവാണ്. അതായത് ഈ കസ്റ്റംസിൽ ഞാൻ പറഞ്ഞത് ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകളാണ് എയർപോർട്ടിൽ വന്നിറങ്ങുന്നത്. ഈ എയർപോർട്ടിൽ പോകുന്ന എല്ലാ മനുഷ്യരുടെയും ബാഗേജും ഹാൻഡ് ബാഗും പരിശോധിക്കുക സാധ്യമല്ല, അതിൽ ജീവനക്കാരില്ല. മാത്രമല്ല നമ്മുടെ കസ്റ്റമേഴ്സിലെ ജോലിയുള്ള പലരും പറയാറുണ്ട്, ഒരു തന്നെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് വീട്ടിൽ പോകാൻ പറ്റില്ല. അത് പറ്റത്തില്ല, അതൊരു 2 ദിവസത്തെ പണിയാണ്. അതും പോട്ടെ, ഈ പറയുന്ന ഹാൻഡ് ബാഗ് തന്നെ നമ്മുടെ 3 എണ്ണം കാണും. ഈ ഹാൻഡ് ബാഗിൽ ഇവർ ഈ സ്കാനറിൽ ഇങ്ങനെ നോക്കിയിരുന്ന് കാണുന്നതുകൊണ്ട് അല്ലാതെ എല്ലാവരുടെയും കാണിച്ച് നടക്കത്തില്ല ബാഗ്. അപ്പോൾ ഇവർക്ക് ജീവനക്കാർ കുറവായിരിക്കും, അതുകൊണ്ട് പലപ്പോഴും സുരക്ഷിതമായി കഴിയും. പിന്നെ ഒരു ചെറിയ ഒരു കൈക്കൂലിക്കാരൻ ഒരുത്തനുണ്ടെങ്കിൽ അവൻ അവിടെ ബാക്കി എല്ലാവരെയും മാനേജ് ചെയ്യും. അവൻ ചെന്നപ്പോൾ നമ്മുടെ ഒരാളാണ് കേട്ടോ എന്ന് പറയും, ഇവർ രക്ഷപ്പെട്ടു. ഇങ്ങനെ വരുന്ന ആളുകളെ പോലീസ് പിടിക്കാൻ തുടങ്ങി. അതായത് വളരെ സുരക്ഷിതമായി എയർപോർട്ടിന് പുറത്ത് കയറി, എയർപോർട്ടിന് പുറത്തു വന്ന് ആർക്കാണോ ഈ സ്വർണം കൈമാറാൻ പോകുന്നത് അവരുടെ അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് പോലീസ് പൊക്കും. ഇത് ഈ മാഫിയയുടെ നട്ടെല്ല് തകർത്തു. കാരണം അവർ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന സ്വർണം ഈ സ്വർണ്ണ മാഫിയയുടെ നട്ടെല്ല് തകർത്തു. ഇതാണ് സുജിത് ദാസിനോടുള്ള ഇവരുടെ വിരോധം. അങ്ങനെ നിരന്തരം പോരാടിയാണ് സുജിത് ദാസിനെ മാറാൻ തീരുമാനിക്കും. പക്ഷേ അജിത് കുമാർ സമ്മതിക്കുമായിരുന്നില്ല. അവസാനം സുജിത് ദാസിന് പകരം ശശിധരനെ കൊണ്ടുവച്ചു. ശശിധരൻ അതിനേക്കാൾ സ്ട്രിക്റ്റാണ്. അത് കഴിഞ്ഞ് ഇവർ ബഹളം വെക്കാൻ തുടങ്ങി. ശശിധരനെ മാറ്റിയിട്ട് എല്ലാവരും മാറ്റിയല്ലോ. അതിനേക്കാൾ സ്ട്രിക്റ്റ് ഓഫീസർമാരെ മൊത്തം കൊണ്ടുവച്ചത്. ഇതോടെ ഇയാൾക്ക് ഭ്രാന്തായി. കാരണം ഈ ഇങ്ങേരുടെ അവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങേരുടെ ഒരു കൈ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് പിണറായി മനസ്സിലാക്കി. സംസാരത്തിലെ സൂചന ഉണ്ടായിരുന്നു പലതും പെടാം. ഇങ്ങേര് കൊണ്ട് സാക്ഷികളെ എന്തിനെ കൊണ്ടുവന്ന ആരെയാ? കള്ളക്കടത്തുകാരെയാണ്. കള്ളക്കടത്തുകാരെ കൊണ്ടുവന്ന് ഇങ്ങനെ പുണ്യവാളം കളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്നത്തെ പത്രസമ്മേളനത്തിലും അൻവർ പറഞ്ഞു എന്നെ കള്ളക്കടത്തുകാരനെ ചിത്രീകരിച്ചു. അല്ല, എന്നിട്ട് അങ്ങനെ മനഃപൂർവ്വം ചെയ്തു. അതായത് ഇയാളുടെ ടെലിഫോൺ ഇടപാടുകളടക്കം കംപ്ലീറ്റ് അജിത് കുമാർ പൊക്കി. ഈ കള്ളക്കടത്ത് സംഘമായിട്ടുള്ള ബന്ധം ഇയാൾ പേടിച്ചു പോയി. അതിന് പെട്ടെന്ന് ഇയാൾ എന്ത് ചെയ്തു, ഒരു ഒറിജിനൽ ഫോൺ എടുത്ത് വാട്സാപ്പൊക്കെ ഒറിജിനൽ ഫോൺ എടുത്ത് എല്ലാം പഠിച്ചിട്ട് ഇതാ ഇവരൊക്കെ ഞാൻ ബന്ധപ്പെട്ടു തുറന്നു പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പറയുമ്പോൾ അൻവർ തുറന്നു പറഞ്ഞാണല്ലോ. എന്ന് മാത്രമല്ല, ഈ കള്ളക്കടത്ത് ബന്ധങ്ങളും ഇടപാടുകളും എല്ലാം പുറത്തു വരും എന്ന് അറിഞ്ഞതോടുകൂടി അൻവറിൻ്റെ മാനം പോകും.
അതുപോലെ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കി, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, പിണറായിക്ക് ഡൽഹിയുമായിട്ടൊരു നല്ല അന്തർധാരയുണ്ട്. ഈ അന്തർധാര പിണറായി നന്നായിട്ട് ഉപയോഗിച്ചു. അപ്പം അൻവറിനെതിരെ ഒരുപാട് കേസുകൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിരുന്നു. എനിക്കറിയാം, ഇ ഡിയുടെ കേസുണ്ട്, ഇൻകം ടാക്സിൻ്റെ കേസുണ്ട്, ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. ഈ കേസുകളൊക്കെ ഈ പറയുന്ന അന്തർധാരയുടെ ഭാഗമാണോ അതോ അദൃശ്യകരങ്ങളുടെ ഇടപെടൽ മൂലമാണോ ഒരിടത്തും എത്തിയില്ല. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. എനിക്ക് പല കേസിൻ്റെയും പറയാൻ ഞാൻ പോയിരുന്നു. എന്തിനേറെ ആഫ്രിക്കയിൽ അൻവർ സ്വർണ്ണഖനനം നടത്തുന്നതിൻ്റെ തൊട്ടടുത്ത ആളെ ഞാൻ വിട്ടു. ഇത് പലർക്കും നമ്മളും തീരുമാനിച്ച് നമ്മൾ ഉറങ്ങണ്ടേ, നമുക്കൊരു സമയമില്ലാതെ. ഇയാൾ സ്വർണ്ണഖനനം നടത്തുന്നതിന് തൊട്ടടുത്ത് ഞാൻ ആളെ വിടുകയും ഇയാൾ സ്വർണ്ണഖനനം നടത്തുന്ന പല ദൃശ്യങ്ങളും ഞാൻ പുറത്തു തരുന്നു. ഇയാൾ അത്ര നമുക്ക് പറ്റി. എനിക്ക് വളരെ ആദൃശ്യമായിട്ട് സംഭവിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ അതിൻ്റെ അടുത്തല്ല ഒരു രാജ്യത്തുണ്ട്. ഞാൻ പറഞ്ഞൊന്നും ചെന്നിട്ട് ബാക്കി ചെയ്യാൻ വന്നിട്ട് ഈ കഥ മുഴുവൻ പഠിച്ച് വീട്ടിൽ. അപ്പോൾ ഈ അൻവറിന് അന്ന് വലിയ വിവാദമായി. അൻവർ തിരിച്ചിങ്ങോട്ട് പോന്നു. ഈ സമയത്ത് എന്താ സംഭവിച്ചത്? അൻവറിൻ്റെ അന്നത്തെ നീക്കം, ഈ സ്വർണ്ണ ഇതിന് നീക്കം എന്ന് പറയുന്നത്, ഇവിടുന്ന് കുറേ ആൾക്കാർ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരിക, 20,000 കോടി. ഇത് പലതും വിജയിച്ചില്ല. ഇതേക്കുറിച്ചുള്ള അന്വേഷണം. അപ്പോൾ അൻവർ 1 രൂപ പോലും ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയെന്ന് തെളിവില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി മേടിച്ചാൽ തെളിവില്ല. അപ്പം ഇതൊക്കെ അൻവറിനെ കുരുക്കാവുന്ന തരത്തിലുള്ള തെളിവുകളാണ്. പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് മാഫിയായിട്ടുള്ള ബന്ധം തെളിവുകളാണ്. അപ്പോൾ ഇതൊക്കെ പിണറായിയുടെ സഹായത്തോടു കൂടി അജിത് കുമാർ തന്നെ ഇതൊക്കെ പൊക്കിയെടുത്തിട്ട് ഈ ഫയൽ എത്തിച്ചു എന്നറിഞ്ഞു. ഉടനടി പിടികൂടിയേക്കുമെന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ച് എന്നെ തൊട്ട ഭീഷണിയാണ്, എന്നെ തൊട്ടാൽ ഞാൻ നിന്നെ തീർക്കുമെന്ന് രംഗത്തിറങ്ങിയത് ഒരു വശത്ത്. അപ്പോൾ അൻവറിനോട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോഴും നമ്മളറിയാതൊരു മൈലേജ് അൻവറിനുണ്ടായി എന്നുള്ളതാണ്. അത് ഉറപ്പാണല്ലോ. കാരണം ഞാൻ ഇദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾ ജനങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധിക്കുകയാണ്. നമ്മൾ 2 തരത്തിൽ കാണണം. എന്നെ അത്ഭുതപ്പെടുത്തിയ, ഞാൻ അൻവറിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് മുരുകേഷ് എന്ന് പറയുന്നത്, റിയൽ എസ്റ്റേറ്റ് മുരുകേഷ്. ഞാൻ മുരുകേഷ് ഇന്നലെ വിളിക്കുമ്പോഴും മുരുകേഷ് ഭയങ്കര വിഷമം. ഞാൻ അവനങ്ങ് ഹീറോ ആയല്ലോ. മുരുകേഷ് ജീവിതം തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. 2 മണിക്കൂറിലധികം 2 മണിക്കൂറിൽ അവരെ ഹീറോ, ഒരു സിനിമ കാണുന്ന രസത്തിലായില്ലേ. അപ്പോൾ അൻവർ ഉയർത്തുന്ന വിഷയങ്ങളൊക്കെ പൊതുസമൂഹത്തിന് പൊതുവെ സ്വീകാര്യമാണ്. 1. 2, അൻവർ വളരെ കൃത്യമായി പിണറായിയെ RSSന്റെ തൊഴുത്തിക്കൊണ്ട് കെട്ടി. അജിത് കുമാറിനെ RSSകാരനാക്കി. അപ്പം മോദിക്കെതിരെയും RSSനെതിരെയുമുള്ള ന്യൂനപക്ഷത്തിൻ്റെ ഏകരക്ഷകനായ പിണറായി ചതിച്ചു എന്നുള്ളൊരു ഫീലിംഗ് ശക്തമായിട്ടുണ്ടായി. ഇതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വളരെ ടു ബി ഓണസ്റ്റ് ഇന്ന് പാണക്കാട് തങ്ങളെക്കാട്ടിലും കുഞ്ഞാലിക്കുട്ടിയെക്കാട്ടിലും അംഗീകാരവും ആദരവും കിട്ടുന്ന മനുഷ്യനെ അയാൾ മാറി. മുസ്ലിം കമ്മ്യൂണിറ്റിയെ നമ്മൾ 2ആയിട്ട് കരുതണം. 1, മോഡറേറ്റ് മുസ്ലിംസ് 90%. അവർ ലീഗിനെ പിന്തുണയ്ക്കുന്നവരോ പ്രത്യേകിച്ച് ഒന്നിലും പോകാത്തവരോ മനുഷ്യരാണ്. ലീഗിനെയോ കോൺഗ്രസിനെയോ ഒക്കെ പിന്തുണയ്ക്കുന്നവരാണ്. ലീഗാണ്, പ്രിഡോമിനൻ്റ് ലീഗാണ്. 10% റാഡിക്കൽ മുസ്ലിംസാണ്. അവർ SDPIയും പോപ്പുലർ ഫ്രണ്ടും വെൽഫെയർ പാർട്ടി, പിന്നെ വേറെ ഒരു പാർട്ടിയാണ്, ഫെറ്റേണിറ്റിയിലെ വേറൊരു സാധനം ഉണ്ടല്ലോ, എന്തോ ഒരു ഇവരൊക്കെ ഉൾപ്പെടുന്നതാണ്. ഇവരാണ് സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ, മറ്റൊരു സോഷ്യൽ മീഡിയ ഇല്ല. അപ്പോൾ സത്യത്തിൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി മുഴുവൻ മറുനാടനെതിരാണ് എന്നൊരു തോന്നലുണ്ടാക്കുന്നത് ഈ പറയുന്ന റാഡിക്കൽ മുസ്ലിം വിഭാഗം. അവരാണ് അവരുടെ നേതാവായി മാറി അൻവർ നേരത്തെയാണ്. അപ്പോൾ ഈ റാഡിക്കൽ മുസ്ലിംസ് മോദി വിരോധത്തിൻ്റെ ഭാഗമായി മോദി വിരുദ്ധ പോരാട്ടത്തിൻ്റെ നായകനായി പിണറായിയെ സ്വീകരിച്ചതുകൊണ്ട് ഈ ലീഗിന് തീവ്രത പോരാന്ന് വിശ്വസിക്കുന്നവർക്ക് പിണറായിയുടെ ആളുകളായിരുന്നു. അവരെല്ലാം ആകെ നിരാശപ്പെട്ടു പോയി. അവരുടെ സൂപ്പർ ഹീറോ ആയി. എനിക്ക് തോന്നുന്നത് ഞായറാഴ്ച സമ്മേളനം നടത്തുന്ന ഇവരെ കൂട്ടിയായിരിക്കും. അവരെ വലിയ ആൾക്കൂട്ടമായിരിക്കും ഒരു സംശയം. അപ്പം അൻവർ സ്വന്തമായി ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി. അൻവറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ രാഷ്ട്രീയ ഭാവി തീരേണ്ടതായിരുന്നു. അതായത് 2 തവണ മത്സരിച്ച് ഇനി സീറ്റ് കിട്ടത്തില്ല. പിന്നെ ഒരു കുഴപ്പക്കാരനാണല്ലോ. PC ജോർജിൻ്റെ കാര്യം പറഞ്ഞാൽ ആരും അടുപ്പിക്കത്തില്ല. ജോർജിൻ്റെ സ്ഥിതി അതാണല്ലോ. ലീഗും കോൺഗ്രസും, ഞാൻ ലീഗുകാരോടും കോൺഗ്രസ്സുകാരോടും സംസാരിച്ചു. അവർ പറയുന്നത് ഈ അവസരം മുതലെടുക്കും നമ്മൾ, പക്ഷെ അവന് കൂട്ടുന്ന കാര്യത്തിൽ തീരുമാനമില്ല. കാരണം താല്പര്യക്കുറവാണ്. ജോർജിൻ്റെ അവസ്ഥ ഇതാ. ആരും എടുക്കാതെ വന്നിട്ട് ജോർജിന് BJP പോകാൻ പറ്റി. പക്ഷേ ഇയാൾക്ക് അത് പറ്റത്തില്ലല്ലോ. പക്ഷേ ഇയാൾക്ക് BJPയിലൊന്നും പോവണ്ട. ഇയാൾക്ക് ഈ പറയുന്ന റാഡിക്കൽ മുസ്ലിംസിൻ്റെ പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ച് ജയിക്കാം. അല്ല, ഇയാൾ 2011 ഒറ്റയ്ക്ക് മത്സരിച്ച് 42,000 വോട്ട് പിടിച്ചാണ്. മറ്റേ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്ത് പോയി. അപ്പോൾ അതുകൊണ്ട്
ഈ അൻവറെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വല്ലാത്തൊരു ഏകീകരണമുണ്ട്. ആ ഏകീകരണം അൻവറിനെ ഒറ്റയ്ക്ക് നിന്ന് ജയിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ജലീൽ ഇടതുപക്ഷത്തെ അങ്ങനെ തള്ളി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും ഇല്ല. എങ്കിൽ പോലും മനസ്സോട് ജലീൽ അൻവറിനൊപ്പമാണ്. ഒക്ടോബർ 2-ാം തീയതി എന്ന് പറയും, പക്ഷേ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കണ്ട. PTR റഹീം, കാരാട്ട് അബ്ദുൾ റസാഖ്, ഈ പറയുന്ന ലീഗിനോട് വിഘടിച്ച് നിൽക്കുന്ന ഈ ഒരു റാഡിക്കൽ മുസ്ലിം പൊളിറ്റിക്സ് ഒരു ഭാഗം കാണും. അവരെല്ലാം കൂടി ഒരു പൊളിറ്റിക്കൽ വിങ് ആവുകയും ആ വിങ്ങിനെ അങ്ങനെ ആർക്കും അവഗണിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. ലീഗിനും UDF അത് ഗുണവും ചെയ്യും. കാരണം ലീഗ് അവരെ അടുപ്പിച്ചില്ലെങ്കിൽ പോലും ഈ ഒരു വിഭജനം, അതായത് UDF-നെതിരായി നിൽക്കുന്ന ഈ മുസ്ലിം വോട്ടുകളുടെ ഈ ബാങ്ക് CPM-നെതിരായിരിക്കുന്നു എന്ന് പറഞ്ഞ വലിയൊരു രാഷ്ട്രീയ ദുർവീകരണമാണ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു സാധ്യത. അപ്പോൾ എങ്ങനെ ഇത് ഉപയോഗിക്കും? ലീഗിൽ ചേരുമോ, കോൺഗ്രസിൽ ചേരുമോ, സ്വതന്ത്രമായി നിൽക്കുമോ, പാർട്ടി ഉണ്ടാക്കുമോ, 4 പേർ ഒരുമിച്ച് നിൽക്കുമോ, മന്ത്രിയാവുമോ, ഇതൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു നിർണായക ഘടകമായി മാറും. മാത്രമല്ല ഈ പറയുന്ന പല സംഘടനകൾക്കും കൃത്യമായൊരു നേതൃത്വമില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അവർക്കൊരു നേതാവായി. ഇവർക്കെല്ലാം ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ പാർട്ടികളെ സംബന്ധിച്ച് അവരെല്ലാം ഇപ്പം നിരോധിക്കപ്പെട്ടതുപോലെയായി. അപ്പോൾ അവരണികളുണ്ട്, വെൽഫെയർ പാർട്ടിയുണ്ട്, PDP ഇപ്പോൾ അത് ഏതാണ്ട് ഉണ്ട് എങ്കിലും അതിൻ്റെ അണികളുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും മരിച്ചു വന്നോളൂ. അതിനെ ഉണ്ടല്ലോ, അതിന് അദ്ദേഹം ചികിത്സയിലാണ്. അതുകൊണ്ട് അതിൻ്റെ അനാരോഗ്യ ഒരു പ്രശ്നം തന്നെയാണ്, നേതാവില്ലാത്തൊരവസ്ഥ തന്നെയാണ് അവിടെ. ഈ ഒരു സിറ്റുവേഷനിൽ ഇവരുടെ എല്ലാ ഒരു ഏകോപനം നടത്തി സ്വയം നേതാവായി പ്രഖ്യാപിക്കാനുള്ള നീക്കം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് വെല്ലുവിളിച്ചത്. AK-ജിസെറ്റിന്റെ അടിവേര് മാന്തു എന്ന് പറഞ്ഞില്ലേ? ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA AK-ജിസെറ്റിന്റെ അടിവേര് മാന്തു എന്നുള്ളത്. പക്ഷേ ഇനി നമ്മൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പോയിന്റിലേക്ക് പോകേണ്ടത്. നമ്മൾ ഇതിൻ്റെ എല്ലാ വശം ഇതിന് എന്തായിരിക്കും അൻവർ രാഷ്ട്രീയ ഭാവി ഇത്രയുണ്ട്. പക്ഷേ ഇവിടെ 2 കാര്യങ്ങൾ മറക്കരുത് രാജ്മോഹൻ. ഇതിനേക്കാൾ തീപ്പൊരി നേതാവായിരുന്നു MV രാഘവൻ. അതായത് 69-ലോ 70-ലോ മറ്റും CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി കൊടുത്തിരിക്കുന്ന പാനലിലെ മാറ്റി മുഴുവൻ പേരും രാഘവന്റെ പാനൽ ചോദിച്ചതാ. അങ്ങനെ ജില്ലാ സെക്രട്ടറി അയാളാണ്. മാത്രമല്ല MVR എന്ന് പറഞ്ഞാലേ നിയമസഭയിൽ തന്നെ ആരായിരുന്നു? ഇത്രയും പ്രഗത്ഭനായ ഒരാൾ, അത്രയും മിടുക്കനായ ആളെ EMS ഒരുപാട് വെട്ടി ഈ KN രവീന്ദ്രനാഥും MM ലോറൻസും ഒക്കെ കയറി പോകുന്നത് EMS ഇയാക്കിട്ട് വെട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഗൗരിയമ്മ എന്തോ ഒരാൾക്കൂട്ടത്തെ അവർ വലിയ സമുദായ പിൻബലം അവർക്കുണ്ടായിരുന്നു. അവസാനം ഒരു ചെങ്കൊടിക്ക് വേണ്ടിയിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയുണ്ടായി. MV രാഘവൻ്റെ മകന് നികേഷ് കുമാറിന് നാണം കിട്ടി ഈ പാർട്ടി അപ്പനെ വഴിയിലിട്ട് തല്ലി ഈ പാർട്ടിയുടെ അകത്തിട്ട് തല്ലിയ MV രാഘവന് എച്ചിൽ ഇതിൻ്റെ ഗതികേടുണ്ടാകും. ഇത് അൻവർ ഓർക്കുന്നത് നല്ലതാണ്. വേറൊരു കാര്യം ഓർക്കണം, MV രാഘവന് ഗൗരിയമ്മയ്ക്കും പിന്തുണയ്ക്കാൻ കരുത്തരായ കോൺഗ്രസ് നേതാക്കളുണ്ടായിരുന്നു. കരുണാകരൻ ഗൗരിയമ്മയും കരുണാകരൻ ഇല്ല എന്നിട്ടാണ് അയാളെ വീട് കത്തിച്ചതും സ്ഥലം കത്തിച്ചതും. ഇവിടെ ഭരിക്കുന്നത് ആരാ? പിണറായിയാണ്. ഇനി വരുന്ന 1.5 കൊല്ലം പോലീസ് പിണറായിയുടെയും അജിത് കുമാറിൻ്റെയും പോലീസാണ്. ഇവിടെ UDF കളി കാണത്തേ ഉള്ളൂ. UDF-ന് അൻവറിനോട് പ്രത്യേക സ്നേഹമൊന്നുമില്ല. മാത്രമല്ല CPM-നെ സംബന്ധിച്ച് ഒരു കേഡർ പാർട്ടിയാണ്. അതെ, അത് അവർക്ക് കൃത്യമായ കാര്യങ്ങൾ അവർ നടപ്പിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ CPM സൈബർ കമ്മ്യൂണിറ്റി ഒരു പോസ്റ്റ് മലദ്വാർ സ്വർണ്ണക്കടത്തുകാരനായ മലദ്വാർ ഗോൾഡുകാര നമുക്ക് വഴി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അയാളൊരു സൈബർ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉണ്ട്. അതായത് ഇന്നലെ വരെ ഇവനെ ഓശാന പാടിയവരൊക്കെ മലദ്വാർ ഗോൾഡുകാരനാക്കി, സ്വർണ്ണക്കടത്തുകാരനാക്കി, ഇത് TP ചന്ദ്രശേഖരൻ്റെ അടക്കം ഈ TP ചന്ദ്രശേഖരനും MV രാഘവനും ഗൗരിയമ്മയും ഒക്കെ ആദർശശാലികളായിരുന്നു. അവരെ ഒറ്റപ്പെടുത്താൻ പറ്റുന്ന ഒന്നും എന്നിട്ടുകൂടി അവരെ ഒറ്റപ്പെടുത്തി. PV കുഞ്ഞിക്കണ്ണൻ, പുത്തലത്ത് നാരായണൻ, എത്ര നേതാക്കന്മാർ പാർട്ടി പുറത്താക്കി. ആ സമയം ഇയാൾ അങ്ങനല്ല, ഇയാൾ കള്ളനാണ്, കളങ്കിതനാണ്, സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. മാത്രമല്ല വേറെ ശ്രദ്ധിച്ചായിരുന്നു, മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയ സാധാരണ പത്രക്കാരെ കാണാറില്ല. ഇറങ്ങി വന്നാൽ അദ്ദേഹം എന്തെങ്കിലും പുച്ഛിച്ചിട്ട് അങ്ങ് പോവുകയുള്ളൂ. പക്ഷേ ഇന്ന് അദ്ദേഹം ഇറങ്ങി വന്നു, വളരെ പ്രസൻ്റ് ആയിരുന്നു. ഇനി ബാക്കി പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തിരിഞ്ഞു പോയിട്ട് പറയാനുള്ളത് അല്ല, മുഖ്യമന്ത്രിക്ക് വലിയ ആത്മവിശ്വാസമാണ്. കാരണം ഇയാളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ യുദ്ധത്തിൽ ഇയാളിപ്പോൾ ഒരു മലദ്വാർ ഗോൾഡിൻ്റെ തട്ടിപ്പുകാരനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, കള്ളക്കടത്തുകാരനായി മാറിയിരിക്കുന്നു. ഇനി വഴിയിലിട്ടുമാർ തല്ലും, ഒതുക്കും. ഇയാളുടെ കേസുകളെല്ലാം സ്റ്റേറ്റും എടുക്കും, സെൻറ്ററും എടുക്കും. ഇയാൾക്ക് ജനപിന്തുണ എത്രയുണ്ടെങ്കിലും ആ ജനപിന്തുണ അയാൾക്ക് ഗുണകരമാവത്തില്ല. കാരണം ഈ പറയുന്ന ഈ ഒരു വിഭാഗത്തിന് ഇപ്പം പിണറായിയോടുള്ള വിരോധം കൊണ്ടാണ് ആളുകൾ ഈ പൊതുസമൂഹം ഇയാളെ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ അതൊന്നും അധികകാലം ആയുസ്സുണ്ടാകും. മാത്രമല്ല CPM-നെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം,
ഈ എതിർ പാർട്ടിയിലുള്ള ഒരാളിനെക്കാളും CPM ക്രൂരമായി കൈകാര്യം ചെയ്യുന്നത് കൂടെ നിന്നിട്ട് വിട്ടുപോയാനാണ് നിൽക്കുന്നവരെ വെറുതെ വിടില്ല. പിന്നെ അവർ മറ്റവൻ 2ാം വരെ എണ്ണേ കൊടുക്കുള്ളൂ. ഫസ്റ്റ് പ്രൊഫറൻസ് കൂടെ നിന്നിട്ട് പണങ്ങി പോയവനായിരിക്കും. എന്തായാലും അൻവർ വലിയ ഒരു റിസ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഹീറോയാകാം, പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലെ കയ്യടിയും താൽക്കാലികമായ ജനക്കൂട്ടത്തിൻ്റെ ഇതൊക്കെ ടെമ്പററിയാണ്, താൽക്കാലികമാണ്. CPM പോലൊരു സംവിധാനത്തെ അങ്ങനെ അങ്ങ് തോൽപ്പിക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. എന്താണെന്നറിയോ, മുകളെ എന്നെ പോലൊരുത്തിന് പറ്റും. എന്താണ്, നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല, മുകളിൽ ആകാശം താഴെ. അല്ലാതെ കച്ചവടങ്ങളും ബിസിനസ് സംരംഭങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉള്ളവർക്ക് വലിയ പ്രയാസം. ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇടപാടുമില്ല. അപ്പോൾ എന്നോട് എൻ്റെ കേസ് അന്വേഷിച്ച് അന്ന് ഈ അജിത് കുമാർ മുഖ്യമന്ത്രി കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടു. അദ്ദേഹം റിപ്പോർട്ട് പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യനെക്കുറിച്ച് ഞങ്ങളെല്ലാം അന്വേഷിച്ചു. അപ്പം നമ്മുടെ മുഴുവൻ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ കുഴപ്പമുണ്ടാവും, ദുരൂഹതയുള്ളതാണെന്നുള്ളതാണ്. ഈ എല്ലാം ക്ലിയർ. അതുപോലെ ഒരാൾ പോലും മറുനാടനെതിരെ 150 പേര് കേസ് കൊടുക്കുന്നു എന്നൊക്കെ അൻവർ പറയുമ്പോഴും ക്രിമിനലുകളല്ലാതെ ഒരു ജെനുവിൻ ആളും മറുനാടനെതിരെ പരാതിയായിട്ട് വന്നില്ല. അപ്പോൾ വേറൊരു കേസും പിടിക്കുക. ഇവർക്ക് ഈ പറയുന്ന വിദ്വേഷ പ്രസംഗം നടത്തി, ജാതി പീഡനം നടത്തി എന്നൊക്കെ പറഞ്ഞ കുറേ സ്വപ്നങ്ങളല്ലാതെ ഒരു കേസും ഇവർക്ക് എനിക്കെതിരെ തെളിയിക്കൊന്നുമില്ല. 1 രൂപയുടെ സാമ്പത്തിക ഇടപാട്, 1 രൂപയുടെ, നമ്മൾ വക്കീൽ ഫീസ് കൊടുക്കുന്നത് മുതലേ നമ്മൾ നടത്തുന്ന എല്ലാ 1 രൂപ കൈ മേടിക്കാറില്ലല്ലോ. അതുകൊണ്ട് ഇതിലും പൊളിഞ്ഞു പോയെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനല്ല അൻവറിൻ്റെ മറ്റേ ആഫ്രിക്ക ഖനനം നടത്താൻ പോയത്, ശ്രീലങ്കയിൽ പോയി സാമ്പത്തിക തടയണ അതൊക്കെ വിടുത്തത്, സ്വർണ്ണക്കടത്ത് വിടുത്തത്, ശ്രീലങ്കയിൽ പോയി ചില വീടായിപ്പെടുന്നു. ശ്രീലങ്ക അയാളുടെ ഒരു വലിയ കേന്ദ്രമാണ്. ഈ പറയുന്ന സംവിധാനങ്ങൾക്ക് മുഴുവൻ അനേകം പരാതികളും അനേകം കേസുകളും അനേകം ഇരകളും ഉണ്ട്. അപ്പം ആ മുരുകേഷിനെ പോലുള്ളവർ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് നടത്തുന്ന പോരാട്ടം ഇനി എളുപ്പമാകും. പിണറായി ഡൽഹിയിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. ഡൽഹിയിൽ തന്നെ. അപ്പോൾ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും വരാൻ പോകുന്ന കാലം. പക്ഷേ അതേസമയം മറുഭാഗത്ത് അൻവർ ഹീറോ തന്നെയാണ്, വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ ഹീറോയാണ്. ആ ഹീറോ പരിഭാഷം ഏത് തരത്തിലുള്ള ഗുണമുണ്ടാക്കുമെന്ന കാര്യത്തിൽ എത്ര നാൾ എന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. നന്ദി. നമസ്കാരം.